ഇന്ത്യൻ ഭൂഖണ്ഡാന്തര മിസൈലുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയെല്ലാം മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പേര് 1980കളുടെ മധ്യത്തിൽ വികസനം തുടങ്ങിയ അഗ്നി മിസൈലുകളുടെ വിവിധ വകഭേദങ്ങളുടേതായിരിക്കും. കുറഞ്ഞത് 5000 മുതൽ കൂടുതലായി 9000 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ഈ പടുകൂറ്റൻ മിസൈലുകളാണ് ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ ആദ്യ ഇന്റർ കോണ്ടിനെന്റൽ മിസൈലുകൾ അഥവാ ICBM പ്രൊജക്റ്റായി അറിയപ്പെടുന്നത്. എന്നാൽ ശീതയുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്നിരുന്ന 1969 വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ ഒരു രഹസ്യ ഭൂഖണ്ഡാന്തര മിസൈൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രൊജക്ട് വാലിയന്റ് എന്ന കോഡ് നാമത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഈ പദ്ധതി ഏകദേശം 8000 കിലോമീറ്റർ ദൂരപരിധിയിൽ പ്രഹരശേഷിയുള്ളതും 85 ടൺ ഭാരമുള്ളതുമായ ഒരു വമ്പൻ മിസൈൽ നിർമ്മിക്കാനുള്ള രഹസ്യ ദൗത്യമായിരുന്നു അത്. തങ്ങളുടെ മുഖ്യ ശത്രുവായ ചൈനയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആണവായുധങ്ങൾ പോർമുനകളാക്കിയിട്ടുള്ള ICBMകൾ ഉപയോഗിച്ച് ആക്രമിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ തുടക്കമിട്ട ഈ മിസൈൽ പദ്ധതിക്ക് രാജ്യത്തെ പ്രധാന ആയുധ ഗവേഷണ ഏജൻസിയായ DRDL മുഖ്യ നിർവാഹകരായി നിയോഗിക്കപ്പെട്ടത്. സോവിയറ്റ് R3 ഭൂഖണ്ഡാന്തര മിസൈലുകളോട് സാമ്യമുണ്ടായിരുന്ന ഈ ഇന്ത്യൻ വാലിയന്റ് മിസൈൽ 30 ടൺ ഭാരമുള്ള 3 ഘട്ട ദ്രവ ഇന്ധന എഞ്ചിനുകൾ ഊർജ്ജം പകരുന്ന രീതിയിലായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത്. 1974 മെയ് 10 ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിൽ വെച്ച് ഇതിന്റെ ഗ്രൗണ്ട് ടെസ്റ്റ് DRDL വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും ആയിടയ്ക്ക് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDOയിൽ സംഭവിച്ച ചില ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം ഈ പ്രൊജക്ട് അന്നത്തെ കേന്ദ്ര സർക്കാർ എന്നേക്കുമായി നിർത്തിവെച്ചു. തൽഫലമായി പഞ്ചമഹാശക്തികൾക്ക് പുറമെ സ്വന്തമായി ഒരു തദ്ദേശീയ ഭൂഖണ്ഡാന്തര മിസൈൽ വികസിപ്പിക്കാനുള്ള സ്വപ്നമാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത്.